ഈ രണ്ട് വയറാണ് ഇതിൻ്റെ ഫേസും ന്യൂട്രും. അപ്പോൾ ഈ രണ്ട് വയറും തമ്മിലാണ് നമുക്ക് ക്ലാമ്പ് ചെയ്യേണ്ടത്. എന്നാലാണ് നമ്മുടെ ഇപ്പം നിലവിലുള്ള വീട്ടിൽ എത്ര ലോഡാണ് ആംബിയർ വരുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് പല വീടുകളിലും ഈ എർത്ത് ലീക്കേജ്, കറണ്ട് ചാർജ് കൂടുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം സാധാരണഗതിയിൽ നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ ബോർഡിനകത്ത് RCCB അല്ലെങ്കിൽ ELCB ഉണ്ടാവും. അപ്പോൾ എർത്ത് ലീക്കേജോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ട്രിപ്പായി പോകും. അതല്ലാന്നുണ്ടെങ്കിൽ എർത്ത് ലീക്ക് ഉണ്ടോ എന്ന് നമുക്ക് അതിനകത്ത് ടെസ്റ്റ് ബട്ടൺ നെക്കിക്കഴിഞ്ഞാൽ നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. പക്ഷേ RCCB ELCB ഇല്ലാത്ത ഒരു വീട്ടിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ലീക്കേജ് വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ കുറച്ച് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടായിരിക്കും. അത് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റീഡിങ് വരേണ്ടത്, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും. ഇപ്പം നമ്മൾ മൾട്ടിമീറ്റർ സെലക്ട് ചെയ്തിരിക്കുന്നത് 20 ആംബിയർ ആണ്. അതുപോലെ തന്നെ ഡിഫോൾട്ടായിട്ട് നമ്മൾ 0.13 എന്നുള്ള റീഡിങ് കാണിക്കുന്നുണ്ട്. ഇതിന് വെച്ചിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ റീഡിങ് ഫൈനലി വരുന്നത് എന്നുള്ളത്. ഇപ്പം ഇതിൻ്റെ റീഡിങ് വരുന്നത് 1 പോയിൻ്റ് കൂടിയെന്നുള്ളൂ. അത് നേരത്തെ ഒരു 0.13 ആയിരുന്നു. അത് കറണ്ടിൻ്റെ ലോഡ് അനുസരിച്ചിട്ട് 1.4 വരെ വരുന്നുണ്ട്. അതിനർത്ഥം 1 മില്ലി ആംബിയർ ആണ് മാക്സിമം നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ. അത് ഏതൊരു വീടിനും ഈ ഒരു 1 മില്ലി ആംബിയർ നമുക്ക് റീഡിങ് കാണിക്കും. 1 മില്ലി ആംബിയറിൽ കൂടുതൽ വന്നാലാണ് നമുക്ക് പലപ്പോഴും എർത്ത് അല്ലെങ്കിൽ ലൈൻ എവിടെയോ ലീക്കേജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1 മില്ലി ആംബിയറിൽ കൂടിക്കഴിഞ്ഞാൽ 30 മില്ലി ആംബിയർ വരെയാണ് നമ്മുടെ RCCBയിൽ ട്രിപ്പ് ആകാനുള്ളൊരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മൊത്തത്തിലുള്ള ലൈൻ എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അതല്ല, അതിനുശേഷം എവിടെയെങ്കിലും ലീക്കേജ് കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഓരോ MCBകളും ട്രിപ്പാക്കി നോക്കാം, ഓഫ് ചെയ്ത് നോക്കാം. ഓഫ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അതിനകത്ത് എവിടെയെങ്കിലും ട്രബിൾ ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് ആ ഒരു സർക്യൂട്ട് മാത്രമായിട്ട് നമുക്ക് നോക്കിയാൽ മതിയാവും. ഇങ്ങനെയും ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ്, ചില ആൾക്കാർ സെപ്പറേറ്റ് സർക്യൂട്ട് വലിച്ച് DBയിൽ കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ ആ ഒരു സർക്യൂട്ട് മാത്രമായിട്ടും ചെക്ക് ചെയ്ത് നോക്കാം. ഏതിനകത്താണ് പ്രശ്നമുള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാനും ഈ ഒരു മാർഗം ഈസി ആയിട്ട് സ്വീകരിക്കാം.